ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആരാണ് ഭാഗ്യവാൻ എന്നതിനെ പറ്റിയാണ്. ലോകം മുഴുവനും ആളുകൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഭാഗ്യം. അവൻ എന്തൊരു ഭാഗ്യവാനാണ്, അവൾ എന്തൊരു ഭാഗ്യവാനാണ്. പലപ്പോഴും എൻട്രൻസിന് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളെ നമ്മൾ നോക്കി പറയാറുണ്ട്, ഓ ഭാഗ്യം, അവൻ എൻട്രൻസ് കിട്ടി, ലോട്ടറി അടിച്ചു, അമേരിക്കയിൽ പോകാൻ സാധിച്ചു. ഇതൊക്കെ നല്ല അനുഗ്രഹങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ വചനം ആരാണ് ഭാഗ്യവാൻ എന്ന വിഷയത്തിൽ തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ദൈവം തരുന്നത്. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികൾ പോലെയല്ല. അപ്പം നമ്മുടെ ഭാഗ്യമല്ല കർത്താവിൻ്റെ ഭാഗ്യം. കർത്താവ് ആരെയാണ് ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത്? ഒന്നാമതായിട്ട്, പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയ ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ വചനം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നു. 32-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ തിരുവചനം പറയുകയാണ്, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ, അവൻ ഭാഗ്യവാനാണ്. കർത്താവ് കുറ്റവാളി എന്ന് വിളിക്കാത്തവൻ ഭാഗ്യവാനാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത് അതിൻ്റെ ഭീകരത നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണ സമയത്ത് യേശുവിൻ്റെ പുറത്തേക്ക് നമ്മൾ നോക്കണം, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കണം. ഇതെല്ലാം കൂടെ നോക്കുമ്പോഴാണ് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭീകരത എത്ര വലുതാണെന്ന് മനസ്സിലാകുന്നത്. പാപമില്ലാത്ത യേശു രക്തം വിയർത്തുപോയി. ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിൻ്റെ ഭീകരത മൂലം അവിടുത്തെ രക്തക്കുഴലുകൾ പൊട്ടി അവിടുത്തെ പരിശുദ്ധമായ രക്തം പുറത്തു വരിക തന്നെ ചെയ്തു. ഇത്രമാത്രം ഭീകരമായ, നമ്മെ നരകത്തിന് കൊണ്ടുപോയി അർഹരാക്കുന്ന ഈ പാപത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. നമ്മൾ കോടീശ്വരന്മാരെ കണ്ടിട്ടുണ്ട്, ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവരെ കണ്ടിട്ടുണ്ട്, വളരെ പാണ്ഡിത്യമുള്ളവരെയും കഴിവുള്ളവരെയും സ്പോർട്സ് താരങ്ങളെയും സിനിമാ താരങ്ങളെയും ഈ ലോകത്തിൽ സെലിബ്രിറ്റിയായി നിൽക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏതാനും വർഷങ്ങൾ കടന്നു കഴിയുമ്പോൾ അവരെക്കുറിച്ച് പിന്നെ ഒന്നും കേൾക്കുന്നില്ല. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്ന താരങ്ങളിൽ എത്ര പേർ ബാക്കിയുണ്ട്? അന്നത്തെ എല്ലാ സൂപ്പർ താരങ്ങളും നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി നിന്നവരെല്ലാം മണ്ണോട് മണ്ണടിഞ്ഞു പോയി. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ എത്ര പേരുന്നുണ്ട്? അവരെല്ലാം മണ്ണോട് മണ്ണടിഞ്ഞു പോയി. അന്ന് അവരെ ഭാഗ്യമുള്ളവർ എന്ന് വിളിച്ചിരുന്നെങ്കിലും നമുക്കറിയത്തില്ല യഥാർത്ഥത്തിൽ അവർക്ക് ഭാഗ്യമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയാൽ നീ ഭാഗ്യവതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരു ദിവസം കോൺവെന്റിലെ ന്യൂസുകൾ വായിക്കുന്ന സമയത്ത് ഒരു വാർത്ത കണ്ടു. ഒരു കൊലപാതകിയായ മനുഷ്യൻ മാനസാന്തരപ്പെടാതെ കഴുമരത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ആ മനുഷ്യൻ കുമ്പസാരത്തിന് തയ്യാറാകുന്നില്ല. ആ മനുഷ്യൻ കുമ്പസാരിപ്പിക്കാൻ ചെന്ന അച്ഛനെ ചീത്ത പറഞ്ഞു ഓടിച്ചു. വൈദികരോട് വെറുപ്പാണ്, സഭയോട് വെറുപ്പാണ്. ഇത് കണ്ടപ്പോൾ കൊച്ചുത്രേസ്യയുടെ ഹൃദയം പൊട്ടിപ്പോയി. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പത്രത്തിൻ്റെ കടലാസ് വെട്ടിയെടുത്ത് തൻ്റെ മുറിയിൽ കൊണ്ടുപോയി വെച്ച് മുട്ടിന്മേൽ നിന്ന് ക്രൂശ് രൂപത്തിൻ്റെ താഴെ കൈകൾ വിരിച്ചു പിടിച്ച് കണ്ണുനീരോടും നിലവിളിയോടും കൂടി താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കൊലപാതകിയായ ഈ മനുഷ്യന് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. അവൻ മരിക്കാൻ ഇനി ഏതാണ്ട് 2 ആഴ്ചകളിലൂടെ ബാക്കിയുള്ളൂ. അതുവരെ അവൻ്റെ ജയിലിൽ കിടക്കും. അതിനുശേഷം അവനെ തൂക്കിക്കൊല്ലും. അങ്ങനെ 2 ആഴ്ച കൊച്ചുത്രേസ്യ കണ്ണുനീരോടുകൂടി മകന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടണം, അവന് മാനസാന്തരമുണ്ടാകും. 13-ാമത്തെ ദിവസമായപ്പോൾ, അതായത് അവനെ നാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്, അവൻ ഇരുന്നിരിപ്പിനൊരു മാറ്റം. പെട്ടെന്ന് അവൻ ജയിലിൻ്റെ വാർഡനോട് പറഞ്ഞു, സാർ, എനിക്ക് കുമ്പസാരിപ്പിക്കുന്ന വൈദികനെ ഒന്ന് കാണണം. അപ്പോൾ വാർഡൻ പറഞ്ഞു, നീയല്ലേ നേരത്തെ വൈദികൻ വന്നപ്പോൾ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് പറഞ്ഞു വിട്ടത്, ഇനിയും എന്തിനാണ്? അല്ല സാർ, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുമ്പസാരിക്കണം. അച്ഛൻ കടന്നു വന്നു.
അവൻ ആഴമായ അനുതാപത്തോടു കൂടി ഏതാണ്ട് 2 മണിക്കൂർ സമയമെടുത്ത് അവൻ്റെ ബാല്യം മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ ചെയ്ത സകല പാപങ്ങളും ഏറ്റുപറഞ്ഞു. കണ്ണുനീരിൽ കുമ്പസാരക്കൂട് കുതിർന്നു. വൈദികന് മനസ്സിലായി ഇവൻ ഹൃദയം പൂർണ്ണമായിട്ടും യേശുവിന് മുമ്പിൽ തുറന്നു വയ്ക്കുക. അച്ഛനവന് പാപമോചനം കൊടുത്തു. പോകാൻ സമയത്ത് കഴുത്തിൽ കിടന്ന ജപമാലയും അതിൻ്റെ അറ്റത്തെ കുരിശുമെടുത്ത് അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവനുള്ള പ്രായശ്ചിത്വം കൊടുത്തു. അവനെ തൂക്കിക്കൊല്ലാൻ സമയമായി. എല്ലാവരോടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവർ അത്ഭുതപ്പെട്ടു. കാരണം അവൻ്റെ മുഖം സ്റ്റെഫാനോസിൻ്റെ മുഖം പ്രകാശിച്ചതുപോലെ ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിച്ചു. അവന് വലിയ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരോ ചോദിച്ചു, നിനക്കെന്താണ് മരിക്കാൻ നേരത്തെ ഇത്ര സന്തോഷം? അവൻ പറഞ്ഞു, ഞാൻ മരിക്കുകയല്ല, ഞാൻ ജീവിക്കുകയാണ്. ഞാൻ മരിക്കുകയല്ല, ഞാൻ ജീവിക്കാൻ പോവുകയാണ്. എൻ്റെ പാപങ്ങൾ മുഴുവനും ഇന്നലെ എൻ്റെ കർത്താവ് എനിക്ക് മോചിച്ചു തന്നു. എൻ്റെ അകത്ത് ടൺ കണക്കിന് ഭാരമുണ്ടായിരുന്നു. എൻ്റെ ഹൃദയം കരിങ്കല്ല് പോലെ ഭാരമായിരുന്നു. ഇന്ന് ഞാൻ അപ്പൂപ്പൻ താടി പോലെ പറക്കുകയാണ്. എൻ്റെ ഉള്ളിൽ യാതൊരു ഭാരവുമില്ല. എൻ്റെ പാപങ്ങളെല്ലാം കുമ്പസാരക്കൂട്ടിൽ എൻ്റെ കർത്താവ് ഏറ്റെടുത്തു. ഞാൻ രക്ഷയുടെ സന്തോഷം എന്താണെന്ന് അനുഭവിച്ചറിയുന്നു. യേശു ക്രിസ്തു നൽകുന്ന ദൈവരാജ്യ അനുഭവം ഞാൻ അനുഭവിച്ചറിയുന്നു. എനിക്ക് മരിക്കാൻ പേടിയില്ല. കാരണം നിങ്ങൾ എന്നെ കഴുമരത്തിൽ കയറ്റുമ്പോൾ ഞാൻ കണ്ണു തുറക്കുന്നത് നിത്യജീവനിലേക്കാണ്. യേശു ക്രിസ്തുവിൻ്റെ മടിത്തട്ടിലേക്കാണ്. എൻ്റെ പിതാവിൻ്റെ മാരടത്തിലേക്കാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചിറകിൻ്റെ കീഴിലേക്കാണ്. സ്വർഗരാജ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് അവൻ എല്ലാവർക്കും ടാറ്റ കൊടുത്ത് ബൈ ബൈ പറഞ്ഞ്, നമ്മൾ ഈ ദൂരെ യാത്രയ്ക്കൊക്കെ ഗൾഫിലേക്കൊക്കെ ആളുകൾ പോകുമ്പോൾ ടാറ്റ പറഞ്ഞിട്ട് പോകുന്നത് പോലെ അവൻ പുഞ്ചിരിയോടുകൂടി കഴുമരത്തിലേക്ക് ഓടിക്കേറി അവനെ തൂക്കിക്കൊല്ലുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ സ്വർഗമടിച്ചെടുത്ത കുരിശിലെ കള്ളനെ പോലെ ഇതാ മറ്റൊരു കള്ളൻ കഴുമരത്തിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം യേശു ക്രിസ്തു നൽകുന്ന പാപമോചനം സൗജന്യമായി അവൻ നേടിയെടുത്തു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ജയിലിൽ നിന്നും പരോളിലിറങ്ങി നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇപ്പോൾ ശാലോം TV കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം. ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് സദ്വാർത്ത പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുക. രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന സമയത്തും യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓടി വരികയാണ്. ശാലോം TV തുടങ്ങിയ സമയം. TV തുടങ്ങിയാൽ ഇതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ശാലോം TVയിലൂടെ പ്രസംഗം കേട്ടാൽ ആർക്കെങ്കിലും മാനസാന്തരമുണ്ടാകുമോ എന്നൊക്കെ ആളുകൾ സംശയിച്ചിരിക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയിലുള്ള ഒരു ലോഡ്ജിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ വിഷക്കുപ്പിയുമായിട്ട് ലോഡ്ജിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ലോഡ്ജിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഈ ലോഡ്ജിലെ അനക്കമൊക്കെ മാറിയിട്ട് മരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മുറിയുടെ അകത്ത് TV കൂടെ ചുമ്മാ അവൻ ചാനലുകൾ മാറ്റുമ്പോൾ ശാലോം TV തുടങ്ങിയിട്ട് ഏതാണ്ട് 4 മാസം പോലും ആയിട്ടില്ല ആ സമയത്ത് ഈ മനുഷ്യൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണ്. പാതിരാത്രി വചനം തിരുവചന ശുശ്രൂഷയിൽ ഏതോ ഒരു വൈദികൻ പ്രസംഗിക്കുകയാണ്. ആ വൈദികൻ ഇങ്ങനെ പറയുന്നു: മോനെ, നീ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? നിനക്ക് വേണ്ടി മരിച്ച ഒരു യേശുവില്ലേ? നീ എന്തിനാണ് പാപത്തെ ഓർത്ത് കരയുന്നത്, ഭാരപ്പെടുന്നത്? നീ യേശുവിൻ്റെ പക്കലേക്ക് ചെല്ലുക. യേശു നിന്നെ കെട്ടിപ്പിടിക്കും. യേശു നിന്നെ കുമ്മ തരും. യേശു തൻ്റെ രക്തം കൊണ്ട് നിന്നെ കഴുകും. നിന്നെ ദൈവ പൈതലാക്കി മാറ്റും. മാലാഖമാരുടെ ഉടുപ്പ് നിനക്ക് തരും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിനക്ക് തരും. നിന്നെ സ്വർഗത്തിൻ്റെ മകനാക്കി മാറ്റും. അവന് വലിയ സന്തോഷമായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദൈവം തന്നെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശാലോം TV തുടങ്ങിയിട്ട് 4 മാസം പോലും ആയിട്ടില്ല. നിങ്ങൾ ഓർക്കണം, വിഷക്കുപ്പിയുമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലോഡ്ജ് മുറിയുടെ അകത്തേക്ക് ടെലിവിഷനിലൂടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അഭിഷേകമായിട്ട് കടന്നു ചെല്ലുകയാണ്. കുരിശിലെ രക്തം കടന്നു ചെല്ലുകയാണ്. അവൻ വിഷക്കുപ്പി അടിച്ചു പൊട്ടിച്ചു. അവൻ TVയുടെ മുമ്പിൽ മുട്ടുകുത്തി. അവൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു. ഇന്നും അവൻ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു. പോകുന്നിടത്തെല്ലാം തന്നെ രക്ഷിച്ച യേശുവിനെ പറ്റി അവൻ പറയുന്നു. അതേ, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. വീണ്ടും ബൈബിൾ പഠിപ്പിക്കുന്നു, രണ്ടാമതായി ആരാണ് ഭാഗ്യവാൻ? കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. 34-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ തിരുവചനം പറയുന്നു: കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ആശ്രയിക്കുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വചനം തിരുവചനം ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ വചനം എവിടെയെല്ലാം പ്രസംഗിക്കുന്നോ അവിടെയെല്ലാം ഞാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ആശ്രയിക്കുക. കാരണം അതുപോലെ മനോഹരമായൊരു വാക്ക് ബൈബിളിൽ ഉണ്ടെങ്കിൽ, അതിനേക്കാളും നല്ലൊരു വാക്കുണ്ടെങ്കിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈശോ പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഒന്നുമെന്ന് പറഞ്ഞാൽ ഒന്നും, നത്തിങ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ.
ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതായത് വട്ടപൂജ്യമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ കർത്താവില്ലാതെ. ഈശോ ഇല്ലാതെ നമ്മളെ കൊണ്ട് ഒരടി ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് വയ്ക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്കറിയാമോ, പത്രോസ് ഏതാണ്ട് 3.5 വർഷക്കാലം ഈശോയുടെ കോളേജിൽ പഠിച്ച വ്യക്തിയാണ്. ഈശോ ആകുന്ന പ്രൊഫസറിൻ്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ച അരുമ ശിഷ്യൻ. പ്രൊഫസർ ശിഷ്യനും തമ്മിൽ നല്ല ബന്ധമൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ബാക്കി 9 പേർക്കും കിട്ടാത്ത പല ക്ലാസ്സുകളും 3 ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യേകം കൊടുത്തിരുന്നു. രൂപാന്തരമലയിലെ അനുഭവം, ജായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നത്, ഇതൊക്കെ പത്രോസിന്, യാക്കോബിനും യോഹന്നാനും മാത്രം കിട്ടിയ സ്പെഷ്യൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് പത്രോസിന് ഒരു ചെറിയ തോന്നലകത്ത്, ആരെല്ലാം വീണു പോയാലും ഞാൻ വീണു പോകത്തില്ല. കാരണം ഗുരുവിൻ്റെ അരുമ ശിഷ്യനാണ് ഞാൻ, ഗുരുവിൻ്റെ തൊട്ടടുത്തിരുന്ന ശിഷ്യനാണ്. താക്കോലൊക്കെ എൻ്റെ കയ്യിലാണ് തന്നിരിക്കുന്നത്. അതായത് ഞാൻ വീണു പോകത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഗുരു സ്വർഗരാജ്യത്തിൻ്റെ താക്കോലൊക്കെ എനിക്കുന്നത്. അപ്പം ഞാനെന്ന് വെച്ചാൽ ഞാനാണ്. അതുകൊണ്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടിട്ട് പോകും, ഇന്ന് പോകും കേട്ടോ. ഒട്ടനെ പത്രോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഒരു കാര്യം ഞാൻ പറയാം, ഈ എല്ലാവരും ഒന്നൊന്നും പറയരുത്, പകരം നിങ്ങൾ 11 പേരും പോകും, എൻ്റെ മകൻ പത്രോസ് മാത്രം എൻ്റെ കൂടെ നിൽക്കും എന്ന് തിരുത്തി പറയണം. കാരണം ആരെല്ലാം അങ്ങേ തള്ളിപ്പറഞ്ഞാലും ഈ പത്രോസ് ഉണ്ടല്ലോ, ഒരിക്കലും അങ്ങേ വിട്ടു പോകുന്ന പ്രശ്നമില്ല. ഈശോ പറഞ്ഞു, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞു, കർത്താവെ, ഉള്ളിൽ പറഞ്ഞു കാണും, നിന്റെ എല്ലാ പ്രവചനങ്ങളും ശരിയായിട്ടുണ്ട്, പക്ഷെ ഇത് തെറ്റിപ്പോവും. കാരണം എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ എന്ത് സംഭവിച്ചാലും അങ്ങേ തള്ളിപ്പറയുന്ന പ്രശ്നമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഞാൻ ബൈബിൾ പഠിച്ചവനാണ്, ഞാൻ യേശുവിൻ്റെ തൊട്ടടുത്തിരുന്ന് ബൈബിൾ പഠിച്ചവനാണ്, ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ് കൂടിയവനാണ്, ഞാൻ യേശുവിൻ്റെ കൂടെ 3.5 കൊല്ലം നടന്നവനാണ്, ഞാൻ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്നവനാണ്. ഇതൊക്കെയായിരുന്നു പത്രോസിൻ്റെ ഉള്ളിലെ ഭാവം. അതുകൊണ്ട് ഞാൻ താഴെ വീഴാൻ സാധ്യമല്ല എന്ന് പത്രോസ് വിചാരിച്ചു കാണും. പക്ഷേ നീ എന്നെ തള്ളിപ്പറയുമെന്ന് ഈശോ പറഞ്ഞ സമയത്ത് ആ കാലയിലോട്ടൊന്ന് വീണിരുന്നെങ്കിൽ എന്തായാലും സംഭവിക്കുക. എൻ്റെ കർത്താവേ, തള്ളിപ്പറയുന്നതിന് മുമ്പേ എന്നെ താങ്ങണമേ, കോഴി കൂവാൻ സമ്മതിക്കരുതേ കർത്താവേ, എന്നെ പിടിച്ചോണേ കർത്താവേ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആ ട്രാക്ക് എത്രമാത്രം വ്യത്യാസമാകുമായിരുന്നു, മനോഹരമാകുമായിരുന്നു. പകരം അവനിൽ തന്നെ ആശ്രയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ് തലയും കുത്തി താഴെ വീഴുകയാണ്. പത്രോസ് ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. പക്ഷേ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, രാവിലെ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയുടെ സമയത്ത് ഇതാ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയാണ്. ആശ്രയിക്കാൻ പഠിച്ച പത്രോസ്, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇന്നും കാണുന്നൊരു സത്യം ഇതാണ്. ഒരു 2-3 ആഴ്ചയൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോൾ തന്നെത്താനെ ഭാര്യയോടോ ആരോടും ഇത് പറയത്തില്ല, ഉള്ളിൽ വിചാരിക്കും, ഇപ്പം ഇച്ചിരി വളർന്നെന്നാണ് തോന്നുന്നത്, ഇപ്പം ഇച്ചിരി വളർച്ചയൊക്കെ ഉണ്ട്, ഇപ്പം ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ട്, പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഈ ഇച്ചിരി എന്തൊക്കെയോ ഒരു മാറ്റമൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ ഫലങ്ങളും കുറച്ചുകൂടെ ഒരു എന്താണ്ടൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇച്ചിരി വളർച്ചയുണ്ട്. ഇങ്ങനെ അകത്ത് ചിന്തിക്കുന്ന അന്ന് വൈകുന്നേരം 6 മണിയാകുന്നതിന് മുമ്പേ നമ്മുടെ പരിപാടി പൂട്ടിക്കെട്ടും. പിന്നെ കുമ്പസാരക്കൂട്ടിലേക്ക് പോയേച്ചാൽ മതി. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളിൽ തന്നെ ആശ്രയിക്കുന്ന സമയത്ത് നമ്മൾ താഴേക്ക് വീഴുകയാണ്. ഭൂമിയിൽ നിന്നും പറന്നു പൊങ്ങുന്ന ഒരു വലിയ വിമാനം, 350 യാത്രക്കാരുമായിട്ട് പറന്നു പൊങ്ങുന്ന ഒരു ബോയിങ് വിമാനം, ആ വിമാനത്തിൻ്റെ അകത്തെ ഫ്യൂവൽ, ഇന്ധനം എപ്പോൾ തീരുന്നോ അപ്പോൾ ആ വിമാനം കത്തിച്ചാരമായി ഭൂമിയിലേക്ക് തകർന്ന് നിലം പതിക്കുക തന്നെ ചെയ്യും. അതിനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇന്ധനമാണ്, ഫ്യൂവലാണ്. ഈശോയുടെ ആത്മാവ് നമ്മളെ താങ്ങി നിർത്തുന്നില്ല എങ്കിൽ ആ സമയത്ത് നമ്മൾ താഴെ വീടും. അതുകൊണ്ട് വചനം പറയുന്നു, ആരാണ് ഭാഗ്യവാൻ? കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. 3-ാമത് വചനം പറയുന്നു, ആരാണ് ഭാഗ്യവാൻ? വേർതിരിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ. 1-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ മനോഹരമായ ഒരു വചനത്തോടുകൂടിയാണ്. സങ്കീർത്തനം 1:1, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ നടക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ദൈവം അവനെ നോക്കി പറയുകയാണ്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികളിൽ നടക്കുകയോ പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യ, നീ ഭാഗ്യവാൻ. യു ആർ ബ്ലെസ്ഡ്. നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നീ ആരെയും പരിഹസിക്കാത്തവനാണെങ്കിൽ, നീ നിന്റെ അധ്യാപകനെ പരിഹസിക്കാത്തവനാണെങ്കിൽ, നീ നിന്റെ വികാരിയച്ഛനെ കളിയാക്കാത്തവനാണെങ്കിൽ, വികാരിയച്ഛൻ്റെ പ്രസംഗം കൊള്ളത്തില്ല എന്ന് പറയുന്നവനാണെങ്കിൽ, അച്ഛന് പാട്ട് പാടാൻ അറിയത്തില്ല എന്ന് പറയാത്തവനാണെങ്കിൽ, നീ മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും പരിഹസിക്കാത്തവനാണെങ്കിൽ, അല്പം നിറം കുറഞ്ഞു പോയവരെ പരിഹസിക്കാത്തവളാണെങ്കിൽ, സൗന്ദര്യമില്ലാത്തവരെ കളിയാക്കാത്തവളാണെങ്കിൽ,
ദൈവം പറയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ കുഞ്ഞെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. വിദ്യാഭ്യാസം ഇല്ലാത്തവരെ, പാവപ്പെട്ടവരെയൊക്കെ പരിഹസിക്കാത്ത വ്യക്തിയാണെങ്കിൽ, ഭിക്ഷക്കാരെ കളിയാക്കാത്ത വ്യക്തിയാണെങ്കിൽ, പരിഹാസകരുടെ പീഠങ്ങളിൽ നീ ഇരിക്കത്തില്ല എങ്കിൽ നീ ഭാഗ്യവാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നിന്നെ സ്വർഗം വിളിക്കുന്ന പേരാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, അന്ധകാരത്തിന് പ്രകാശവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്, ദൈവത്തിന്റെ ആലയത്തിന് ബലിയാലുമായി എന്ത് പൊരുത്തമാണുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യും. അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, ഒരു സെപ്പറേറ്റഡ് ലൈഫ്, ഒരു വേർതിരിക്കപ്പെട്ട ജീവിതം, ദുഷ്ടനും പാപിയും പോകാത്ത വഴിയിലൂടെ പോകുമെന്ന് തീരുമാനിച്ച് നീ പോകുമ്പോൾ, നീ താഴെ വീണു പോയാലും സാരമില്ല, നീ പരാജയപ്പെട്ടാലും സാരമില്ല മോനെ, നീ ആ തീരുമാനമെടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ നീ ഭാഗ്യവാനായി തീരുകയാണ്. താഴെ വീഴുന്നത് വേറെ കാര്യം, തീരുമാനമെടുക്കാതെ മർക്കടപുഷ്ടി പിടിക്കുന്നത് വേറെ കാര്യം. തീരുമാനമെടുത്തിട്ടും നമ്മൾ താഴെ വീഴുന്നതിനെ ദൈവം കരുണയോടെയാണ് നോക്കുന്നത്. എന്നാൽ തീരുമാനമെടുക്കാതെ ദൈവത്തോട് മർക്കടപുഷ്ടി പിടിച്ച് ബലം പിടിക്കുന്നവരെ ദൈവം നോക്കുന്നത് മറ്റൊരു കണ്ണുകൊണ്ടാണ്. എത്ര തീരുമാനമെടുത്തിട്ടും താഴെ പോകുന്നവരുണ്ട്. ദൈവത്തിന് അവരോട് കരുണ മാത്രമേ ഉള്ളൂ, കോപമില്ല. ദൈവം അവരെ പൊക്കിയെടുക്കാൻ കൈനീട്ടുകയാണ് എപ്പോഴും. എത്ര വീണാലും ദൈവം അവരെ പൊക്കിയെടുക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നീതിമാൻ 7 തവണ വീണാലും എഴുന്നേൽക്കും. എഴുന്നേൽക്കും എന്നല്ല, ശരിക്കും എഴുന്നേൽപ്പിക്കുമെന്നാണ്. ദൈവം അവനെ എഴുന്നേൽപ്പിക്കും, ദൈവം അവളെ എഴുന്നേൽപ്പിക്കും. അവൻ എത്ര വീണാലും എഴുന്നേൽക്കും. കാരണം അവൻ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മകനായിട്ട് ജീവിക്കണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മകളായിട്ട് ജീവിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം, ദൈവം അരുളി ചെയ്തു, പ്രകാശത്തെ ദൈവം ഇരുളിൽ നിന്നും വേർതിരിച്ചു. പ്രകാശം നല്ലതാണെന്ന് ദൈവം കണ്ടു, ആ പ്രകാശത്തെ ദൈവം അന്ധകാരത്തിൽ നിന്നും വേർതിരിച്ചു. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ വേർതിരിവ് നടത്തുന്നത് ദൈവമാണ്. പ്രകാശം നല്ലതാണെന്ന് കണ്ടപ്പോൾ ഈ പ്രകാശം ഇരുട്ടുമായിട്ട് കൂട്ടിച്ചേരാൻ പാടില്ല എന്ന് കണ്ടിട്ട് ദൈവമാണ് ആദ്യത്തെ സെപ്പറേഷൻ നടത്തുന്നത്, വേർതിരിവ്. പ്രകാശത്തെ ദൈവം അന്ധകാരത്തിൽ നിന്നും വേർതിരിച്ചു. എന്നിട്ട് ദൈവമക്കളായ നമ്മളോട് പറയുകയാണ്, നിങ്ങളൊരു വേർതിരിവ് പാലിക്കാൻ നിങ്ങൾ പഠിക്കണം. നമ്മളിത് വളരെ വില കൊടുക്കേണ്ട ഒരു സമയമാണ്, വളരെ വില കൊടുക്കേണ്ട ഒരു സമയമാണ്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി പാപത്തിന് പ്രേരിപ്പിക്കുകയാണ്. പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, ഇവനെ പ്രേരിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ ജോസഫിന്റെ കഥ പോലത്തെ ഒരു കഥയാണ്, നടന്ന സംഭവമാണ്. ഒരു ആശുപത്രിയിലാണ്, ഇവനെ പാപത്തിന് പ്രേരിപ്പിക്കുകയാണ്. ഇവൻ എന്ത് ചെയ്തിട്ടും വഴങ്ങുന്നില്ല. ഒടുവിൽ ഈ പാപത്തിന് അടിമയായപ്പോൾ പെൺകുട്ടി ഇവനോടൊരു ചോദിക്കും, നീ ആണാണോടാ? അവൻ തിരിച്ചൊരു ഉത്തരം പറഞ്ഞു, സഹോദരി, ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല. ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ക്രിസ്ത്യാനി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഐ എം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അവൾ പറഞ്ഞു, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. അവൻ പറഞ്ഞു, അത് നീയും കർത്താവുമായിട്ടുള്ള കാര്യം എനിക്കതറിയണ്ട, പക്ഷേ എല്ലാ ആണുങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിയായി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല. കാണുക, നമ്മുടെ കേരളത്തിൽ ഒരു കുഗ്രാമത്തിൽ നടന്ന സംഭവമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും പോക്കാണ്, എല്ലാവരും പാപത്തിൻ്റെ ഒത്ത് ഇങ്ങനെ കടന്ന് എന്താ പറയണ്ടത്, കുത്തുപാള എടുത്തിങ്ങനെ നടക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആരുമില്ല. നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ചെറിയ സമൂഹം എല്ലാ കാലഘട്ടത്തും ഉണ്ടായിട്ടുണ്ട്. അവരെ നോക്കിയാണ് കർത്താവ് പറയുന്നത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾ ചെറുതാണ്, നിങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ, ചെറിയ അജഗണമാണ് നിങ്ങൾ, പക്ഷെ ഭയപ്പെടേണ്ട. ഡു നോട്ട് ബി അഫ്രൈഡ്, നിങ്ങൾക്ക് രാജ്യം നൽകാൻ എൻ്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, ആരാണ് ഭാഗ്യവാൻ എന്നുള്ള വചനഭാഗത്ത് വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ശിക്ഷണം ഏറ്റെടുക്കുന്നവൻ, കർത്താവിനാൽ പഠിപ്പിക്കപ്പെടുന്നവൻ, കർത്താവിൻ്റെ ശിക്ഷണം കിട്ടുന്നവൻ ഭാഗ്യവാൻ. 94-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ തിരുവചനം പറയാണ്, കർത്താവേ, അങ്ങ് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ ജോണേ, ഒരു കാര്യം പറയണം. ദൈവവചനം പ്രസംഗിക്കാൻ ചെല്ലുന്നിടത്ത് ആൾക്കാർ ചോദിക്കുന്നത്, ചില ദുഷ്ടന്മാരെ ദൈവം ഒന്നും ഉപദ്രവിക്കുന്നില്ല, അവർക്ക് ഒരു കുഴപ്പവും വരുന്നില്ല, അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, അവരുടെ ശരീരത്തിൽ ഒരു രോമത്തിന് പോലും കുഴപ്പം പറ്റുന്നില്ല. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവരെയാണ് ഇട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയാണ്, കർത്താവ് ശിക്ഷിക്കുകയും
നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്നില്ല, ശിക്ഷണത്തിന് വിധേയപ്പെടുത്തുന്നില്ല, അവനെ വിട്ടേക്കാണെങ്കിൽ എൻ്റെ അർത്ഥം അവനെ ശിക്ഷിച്ചിട്ടും കാര്യമില്ല, ശിക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല, അവൻ നന്നാകാൻ പോകുന്നില്ല, അവൻ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ദൈവത്തിലെ പിതാവിന്, സ്വർഗത്തിലെ പിതാവിന്, ദൈവപിതാവിന് 100% ഉറപ്പുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ പിതാവ് ആ വ്യക്തിയെ പിന്നെ തൊടത്തില്ല, അവൻ്റെ പുറത്ത് ശിക്ഷണവും കൊടുക്കത്തില്ല, അവനെ ഒന്നും ചെയ്യത്തില്ല, അവനെ വിട്ടേക്കും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അപകടം പിടിച്ചൊരു പണിയാണത്. നമ്മളെ ദൈവം ഇന്നും കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിച്ചു കൊള്ളുക. ദൈവം നമ്മളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം നമ്മളിൽ പ്രത്യാശ വെച്ച് പുലർത്തുന്നു. നമ്മളെ വിശുദ്ധീകരിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഡിസിപ്ലിൻ തരുന്നത്, ശിക്ഷണം തരുന്നത്. വേദനാജനകമായ അനുഭവങ്ങളിലൂടെയാണെങ്കിലും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ഭാഗ്യവാൻ. 1 യോഹന്നാൻ 2:27 പറയുന്നു, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. ഈ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും, മറ്റാരും നിങ്ങളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന്. എന്താണ് അർത്ഥമെന്നറിയാമോ? പരിശുദ്ധാത്മ അഭിഷേകം നമ്മുടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ, ഈശോയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യം ചെയ്താൽ നമ്മുടെ അകത്ത് നിന്ന് സോഡാക്കുപ്പി പൊട്ടുന്നത് പോലെ ഒരു സന്തോഷം ഉണ്ടാകും. ഉദാഹരണം, നിങ്ങളൊരു പാവപ്പെട്ടവൻ ഒരു 1000 രൂപ എടുത്ത് കൊടുത്തു നോക്കിയേ. നിങ്ങളെ കൊടുത്തിട്ട് വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ സോഡാക്കുപ്പി പൊട്ടി ഈ കൊമളകൾ പുറത്തേക്ക് വരുന്നത് പോലെ ഭയങ്കരമായ സന്തോഷം നമുക്കുണ്ടാകും. നമ്മൾ ആരോടെങ്കിലും നന്നിട്ടൊന്ന് ക്ഷമിച്ചു നോക്കിയേ. നമ്മുടെ മോള് മാർക്ക് കുറച്ച് മേടിച്ചുകൊണ്ട് വരിക, മകൻ മാർക്ക് കുറഞ്ഞ് നിലവിളിച്ചു വരിക, അവനെ പിടിച്ചിട്ട് തൊഴിക്കാതെ അവനെ മാറോട് ചേർത്തൊന്ന് കെട്ടിപ്പിടിച്ച്, മോനെ അടുത്ത പ്രാവശ്യം നിനക്ക് കൂടുതൽ മാർക്ക് കിട്ടും, ചാച്ചൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവനെ ഒന്ന് ചേർത്ത് നിർത്തി നോക്കിക്കേ. അകത്തുനിന്നൊരു സന്തോഷം. എന്താ കാര്യം എന്നറിയാമോ? പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെട്ടു, പരിശുദ്ധാത്മാവിന് അത് ഇഷ്ടപ്പെട്ടു. അത് നമ്മളെ പഠിപ്പിക്കുന്നത് അഭിഷേകത്തിലൂടെയാണ്. ഒരു സന്തോഷം തരും. ഇതിന് നേരെ വിപരീതമാണ്, നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഒരു ഭാരം അനുഭവപ്പെടും. ഇതും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പഠിപ്പിക്കലുകൾ കേൾക്കുന്നവൻ ഭാഗ്യവാൻ. അവസാനമായിട്ട് ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 112-ാം സങ്കീർത്തനത്തിൽ മനോഹരമായ ഈ വചനഭാഗം നമ്മൾ കാണുകയാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നിയമത്തിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അതായത് ദൈവത്തെ അനുസരിക്കാൻ തീരുമാനമെടുക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദം കൊള്ളുകയും, കർത്താവിൽ ആനന്ദം കൊള്ളുകയും അവിടുത്തെ നിയമത്തിൽ ആനന്ദിച്ച് അത് അനുസരിക്കാൻ തീരുമാനമെടുക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം അതിൻ്റെ അന്ത്യകാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നു. രാജ്യം രാജ്യത്തിനെതിരായും ജനങ്ങൾ ജനത്തിനെതിരായും യുദ്ധം ചെയ്യുന്നു. എല്ലായിടത്തും വേദനകളും മുറവിളിയും അപകടങ്ങളുമാണ്. സമാധാനം ഇല്ല. ഈ സമയത്ത് കർത്താവ് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ വചനത്തിൽ നീ ആനന്ദിക്കുക. ദാവീദിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ദാവീദ് പറയുക, കർത്താവേ, സ്വർണമല്ല ശുശ്രൂഷയല്ല, അങ്ങയുടെ വചനത്തിലാണ് ഞാൻ ആനന്ദിക്കുന്നത്. നിങ്ങൾക്കിത് പറയാൻ പറ്റുമോ? എന്നെക്കൊണ്ട് ഇന്ന് വരെ സത്യം പറഞ്ഞാൽ ഇത് ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ധ്യാന ശുശ്രൂഷയൊക്കെ നയിക്കുന്ന സമയത്ത് മൈക്കിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ഇത് പറയാൻ പറ്റി നമ്മൾ രക്ഷപ്പെട്ടു. ദാവീദ് പറയുക, സ്വർണമല്ല വെള്ളിയല്ല, അങ്ങയുടെ വധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്തിലുമാണ് കർത്താവേ ഞാൻ ആനന്ദിക്കുന്നത്. 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. അതനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു, അതിലായിട്ട് ഞാൻ ചാരുന്നു. അങ്ങനെയുള്ള മനുഷ്യനെ ഭാഗ്യവാനെന്ന് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കഞ്ഞിയും ഉണക്കമീനും ആയിരിക്കാം, കഞ്ഞിയും കപ്പയും മുളക് ചമ്മന്തിയുമായിരിക്കാം. പക്ഷെ ഇന്നിവിടെ കേട്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗം നിങ്ങളെ വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ. ലോകം എന്തെല്ലാം പറഞ്ഞാലും ശരി, കർത്താവിൻ്റെ വചനം പറയുന്നു, നീ ഭാഗ്യവാനാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ചില സമയത്തെങ്കിലും പരീക്ഷകളിൽ തോറ്റുപോയപ്പോൾ, ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ട് ജോലി കിട്ടാതിരുന്നപ്പോൾ ഭാഗ്യം കെട്ടവനാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വിദേശത്ത് പോയി നല്ല ശമ്പളം കിട്ടിയപ്പോൾ എനിക്ക് ഭാഗ്യമില്ല എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ നല്ല ഭർത്താക്കന്മാരെ കിട്ടിയപ്പോൾ എനിക്ക് ഭാഗ്യമില്ല എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവിടുത്തെ തിരുവചനം എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊന്നുമല്ല ഭാഗ്യം. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ കുറേയേറെ കാര്യങ്ങൾ ഇന്ന് കേട്ട് കർത്താവേ, ഈ വ്യവസ്ഥ പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്താനും ഭാഗ്യപ്പെട്ടവനായി തീരാനും ഭാഗ്യപ്പെട്ടവളായി തീരാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയച്ചു തരണം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.